ഗുരുവന്ദനത്തോടുകൂടി തുടങ്ങുന്നതല്ലേ നല്ലത്. ഗുരു എന്ന് പറയുമ്പോൾ മാതാപിതാക്കളും ദൈവവും. നമുക്ക് അങ്ങനെ തന്നെ ആകാം. വാലാഴിത്തയ്യലാൾതൻ തിരുനയനകലാലോലലോലംബമാലാലീലാരംഗം ഇതാണ് തൃശ്ശൂരിലെ സുപ്രസിദ്ധമായ വടക്കുംനാഥൻ ക്ഷേത്രം. എൻ്റെ ബാല്യകാല സ്മരണകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും രാവിലെ ഒരു 5 മണിയോടുകൂടി തന്നെ എണീറ്റ് അമ്മയോടുകൂടി എല്ലാ ദിവസവും വന്ന് വടക്കുംനാഥനും പാർമേക്കാവിലമ്മയും തൊഴുതിട്ട് വേറെ ഒരു ജോലിക്കും പോകാറുള്ളൂ. അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ പിന്നീടുള്ള എല്ലാ കാര്യങ്ങളിലും ഈ ഒരു അനുഗ്രഹം എന്നും ഉണ്ടായിരുന്നിട്ടുണ്ട്. ഇതാണ് വിവേകോദയം ബോയ്സ് ഹൈസ്കൂൾ തൃശ്ശൂർ. ഇവിടെയാണ് എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങുന്നത്. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ. ഈ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെയധികം ഈ സാംസ്കാരിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സ്കൂളാണ് വിവേകോദയം ബോയ്സ് ഹൈസ്കൂൾ. ഇവിടെ അക്കാഡമിക് പെർഫോമൻസിനോടൊപ്പം തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ധാരാളം സ്കോപ്പ് അന്നും ഇന്നും ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയിലിപ്പോൾ വരുന്നത് ഈ ആദ്യമായിട്ടൊരു സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കുന്നത് ഇവിടെ വിവേകോദയം ബോയ്സ് ഹൈസ്കൂളിൽ നിന്ന് തന്നെയാണ്. അന്ന് ഇവിടെ ഗീത, ശ്രീമദ് ഭഗവത്ഗീതയിലെ ഓരോ അധ്യായങ്ങളും ചൊല്ലി, കാണാപ്പാഠം ചൊല്ലി അതിൽ ഫസ്റ്റ് ആവുന്നവർക്ക് സ്വർണ്ണ മെഡൽ കൊടുക്കുക എന്നുള്ളൊരു പതിവുണ്ടായിരുന്നു. അതിപ്പോൾ ഉണ്ടോ, നിലവിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഞാൻ 6ലോ 7ലോ പഠിക്കുമ്പോൾ അങ്ങനെ ഒരു സ്വർണ്ണ മെഡൽ കിട്ടിയൊരു സന്തോഷം എനിക്കിപ്പോൾ ഓർമ്മയിൽ വരികയാണ്. അതുകൊണ്ട് തന്നെയാവാം ഈ ശ്രീമദ് ഭഗവത്ഗീതയോട് എനിക്ക് വളരെയധികം ഒരു ഡിവോട്ടഡ് ആവാനുള്ള ഒരു കാരണം. പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ 4ാം ക്ലാസ്സിൽ തന്നെ ഉള്ള ഓരോ ലെസൺസ് എനിക്ക് ഓർമ്മ വരുന്നത് സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ മുതലായ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും സ്കൂളിൽ നിന്ന് കിട്ടിയതുകൊണ്ടാവാം എനിക്ക് തോന്നുന്നു പിന്നീട് എനിക്ക് ഒരു നല്ലൊരു അടിസ്ഥാനമായിട്ട് ഇത് ഡെവലപ്പ് ചെയ്ത് വന്നു. സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും തന്നെ സ്വഭാവ രൂപീകരണത്തിൽ വളരെ പങ്കുവഹിച്ചിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട പേരുകളാണ് വി.ജി. രാമസ്വാമി അയ്യർ, പരമേശ്വരയ്യർ മുതലായ ഇവിടുത്തെ പ്രിൻസിപ്പൾസ്, അന്ന് ഹെഡ് മാസ്റ്റർമാർ എന്നാണ് പറഞ്ഞിരുന്നത്. അവരെല്ലാം വലിയ ടാസ്ക് മാസ്റ്റേഴ്സായിരുന്നു. അന്ന് അവരുടെ എല്ലാം വളരെ സ്ട്രിക്ട്നെസ് കൊണ്ടായിരിക്കാം പഠിത്തത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഒരു പ്രേരണ ഉണ്ടായത്. ഇത് മാലതി ടീച്ചറാണ്. പ്രീ യൂണിവേഴ്സിറ്റിയിൽ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പ്രൊഫസർ KPR മേനോൻ നമ്മളെ അക്കൗണ്ടൻസി
പഠിപ്പിച്ചിരുന്നു. അതിൻ്റെ ബേസിക്സ് ഓഫ് അക്കൗണ്ടിങ് ഞാൻ അദ്ദേഹത്തിൻ്റെ നിന്നാണ് പഠിച്ചിരിക്കുന്നത്. ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ ടീച്ചർ എൻ്റെ അമ്മയായിട്ടും കൂടി പരിചയം ഉണ്ടായിരുന്നു. വളരെ ശാന്ത സ്വഭാവവും എന്നാൽ വേണ്ടതെല്ലാം പറഞ്ഞു കൊടുക്കും. ഷേക്സ്പിയറൊക്കെ ധാരാളം പഠിപ്പിച്ചു തന്നിരിക്കുന്ന ടീച്ചറാണ്. നമ്മൾ വലിയ അത്ര കുറുമ്പ് കാണിക്കുന്ന സ്വഭാവമൊന്നും ആയിരുന്നില്ലല്ലോ അല്ലേ? മോഡൽ സ്റ്റുഡൻസ് അതൊക്കെയാണ്. ഐ ഹാവ് സോ മച്ച് ടു സേ. പക്ഷെ എന്നാലും എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്ന് കൂട്ടെടുത്തിരിക്കാൻ. അന്നത്തെ കാലത്ത് പഠിച്ചിരുന്നവര് പിന്നെ ജീവിതത്തില് പല ദിക്കിലും വലിയ സഭകളിലും ഒട്ടും മോശമില്ലാത്ത ഒരു സ്ഥാനം രാമേന്ദ്രൻ കരസ്ഥമാക്കിയില്ല. പ്രത്യേകിച്ച് ജനകോടികളുടെ സാരഥിയും കൂടിയാണ്. താങ്ക് യു വെരി മച്ച്. ഞാനിപ്പോൾ ഇരിക്കുന്നത് ശ്രീ കേരളവർമ്മ കോളേജ് തൃശ്ശൂർ ആണ്. ഇവിടെയായിരുന്നു എൻ്റെ കോളേജ് വിദ്യാഭ്യാസം. അതായത് വിവേകോദയം ബോയ്സ് ഹൈസ്കൂളിൽ നിന്ന് 10ാം ക്ലാസ് പാസ്സായതിനു ശേഷം ഇവിടെ പ്രീ യൂണിവേഴ്സിറ്റിക്ക് ചേർന്നു. അതിനുശേഷം ബികോമും ഇവിടെ തന്നെയായിരുന്നു. വിവേകോദയം ബോയ്സ് ഹൈസ്കൂൾ എന്ന് പറയുന്നത് ആൺകുട്ടികൾ മാത്രം പഠിച്ചിരുന്നൊരു സ്കൂളായിരുന്നു. അവിടെ നിന്ന് കേരളവർമ്മ കോളേജ് പോലൊരു മിക്സഡ് കോളേജിൽ വരുമ്പോൾ എൻ്റെ അമ്മ തന്ന ഉപദേശം ഞാൻ ഇന്നും ഓർമ്മിക്കുന്നു. അവർക്ക് കുറച്ച് ഭയമുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു പെൺകുട്ടികളും കൂടി ചേർന്ന് പഠിക്കുന്ന ഒരു കോളേജിൽ പോകുമ്പോൾ എന്ത് സംഭവിക്കും എൻ്റെ മകനെ എന്നുള്ളത്. കാരണം എന്തോ എനിക്കറിഞ്ഞുകൂടാ. പെൺകുട്ടികളെ കണ്ടാൽ മോനെ അവരുടെ കാലടി മാത്രമേ നോക്കാൻ പാടുള്ളൂ, അവരുടെ മുഖം നോക്കരുത്. അപ്പോൾ അങ്ങനെ ആയിരുന്നു എൻ്റെ കോളേജ് വിദ്യാഭ്യാസം. ആ സമയത്ത് അതുകൊണ്ട് റൊമാൻസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് വരുന്നത്. നേരെ മറിച്ച് ഇത് തന്നെയാവാം ഒരു വിരോധാഭാസമായി തോന്നാമെങ്കിലും ഋഷ്യശൃംഖനെ പോലെ വളർത്തിയ ഒരാൾ പിന്നീട് വൈശാലി ഋഷ്യശൃംഖൻ്റെ ഒരു പടം എടുക്കാനുണ്ടായ സാഹചര്യം അതൊരു യാദൃശ്ചികം മാത്രമാണ്. ബികോം ഞാൻ ശ്രീ കേരളവർമ്മ കോളേജിലാണ് പഠിച്ചിരുന്നത് എന്ന് പറഞ്ഞല്ലോ. അന്നത്തെ കാലത്തെ സുഹൃത്തുക്കളാണ് ഇവരെല്ലാം. ഇത് മിസ്റ്റർ TV സോമനാഥൻ, ഇപ്പോൾ ടാക്സ് കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യാണ്. പിന്നെ മിസ്റ്റർ ഉമാമഹേശ്വരൻ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഓഫീസറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. മിസ്റ്റർ ഗോപിനാഥ് ഓൾസോ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു, ഇപ്പോൾ അതും റിട്ടയർ ചെയ്തു. എനിക്ക് മാത്രം ജീവിതത്തിൽ റിട്ടയർമെൻ്റ് ഇല്ലല്ലോ. രാമേന്ദ്രനും ഞാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഗോസ് ഡൗൺ ടു ഓൾമോസ്റ്റ് 1954. വിവേകോദയം ഹൈസ്കൂളിൽ നിന്ന് തുടങ്ങി കേരളവർമ്മ കോളേജിലെത്തി. കേരളവർമ്മ കോളേജിലെത്തിയപ്പോഴേക്കും ആൾ കുറേയൊക്കെ പുസ്തകവും വീടും കോളേജും ടീച്ചേഴ്സും ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് എത്തി. ബട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാമചന്ദ്രൻ ഒരു അഭിമാനമായിരുന്നു. കേരളവർമ്മ കോളേജ് അന്നത്തെ കാലത്ത് ബികോമിൽ 3 പേർക്ക് മാത്രമേ ട്രിപ്പിൾ ഫസ്റ്റ് ക്ലാസ് കിട്ടിയുള്ളൂ. ആ ട്രിപ്പിൾ ഫസ്റ്റ് ക്ലാസ് കിട്ടിയതിൽ ഒരു വ്യക്തി രാമേന്ദ്രനാണ്. ആ രാമേന്ദ്രൻ ഇങ്ങനെ ഒരു ബിസിനസ്മാൻ ആവുമെന്ന് ഞങ്ങളാരും വിചാരിച്ചില്ല. എന്താ വെച്ചാൽ ബിസിനസ്മാൻ്റെ ആ ഒരു നോർമൽ കണ്ടീഷൻസ് അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അദ്ദേഹം മോസ്റ്റ്ലി ഒരു എക്സിക്യൂട്ടീവ് ലെവലിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരാൾ ബിസിനസ്സിലേക്ക് കയറി വരുമെന്നും ഇങ്ങനെ ലോകം മുഴുവൻ അറിയുന്നൊരു വ്യക്തിയാവുമെന്നും ഞങ്ങളന്ന് കരുതിയിട്ടേ ഉണ്ടായിരുന്നു. അതായത് ഇവിടെ ഏത് സമയത്തും ഞാൻ ഈ ഒന്നാമത്തെ ബെഞ്ചിൽ തന്നെ വന്നിരിക്കണമെന്ന് ശാഠ്യം പിടിക്കും. നേരെ മറിച്ച് സോമൻ ലാസ്റ്റ് ബെഞ്ചിൽ തന്നെ വന്നിരിക്കണം അല്ലേ? അതാണോ ഞങ്ങൾ? അപ്പം ഞങ്ങൾ തമ്മിൽ അതിലൊരു ഒരു അടി ഉണ്ടായിട്ടില്ല. കാരണം സോമൻ എപ്പോഴും ലാസ്റ്റേ വേണ്ടുള്ളൂ. ഉമയാണ് പ്രത്യേകിച്ച് മാമേശ്വരൻ ഫസ്റ്റ് ബെഞ്ചിൽ തന്നെ വരും. വരും. അതെ. പിന്നെ പക്ഷെ ആരോ ഒരിക്കൽ
സോമനെ മുമ്പിൽ അത് അതെ, കൊണ്ടുവന്നിരുത്തി മാധവാര്യർ എന്ന് പറഞ്ഞ ഞങ്ങളുടെ കോമേഴ്സ് ലെക്ചറർ നിർബന്ധം പിടിച്ച് എന്നെ ഫ്രണ്ട് ബെഞ്ചിൽ കൊണ്ടുവന്നിരുത്തി. അപ്പം ഞാൻ പറഞ്ഞു ഒരു ദിവസം ഫ്രണ്ട് ബെഞ്ചിൽ വെള്ളമുണ്ട് മാഷേ, സോ ഐ വോണ്ട് ടു ഗോ ബാക്ക് ടു ദ ബാക്ക് എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ പോയിരുന്നു. ഇങ്ങനെ ഇപ്പോൾ വെള്ളം വരാൻ ന്യായമില്ല, അതുകൊണ്ട് നമുക്ക് ആ ബെഞ്ച് മാറ്റിയിട്ട് വേറെ ഒരു ബെഞ്ച് കൊണ്ടുവന്നിട്ട് സോമൻ ഫ്രണ്ടിൽ വന്നിരുന്നുള്ളൂ. അപ്പൊ സോമന്റെ കളി അവിടെ ബട്ട് വേറെ ഈ മോസ്റ്റ്ലി ഞങ്ങളെ കാണണമെന്നുണ്ടെങ്കിൽ ക്യാൻറ്റീനിൽ വന്നാലേ കാണാൻ പറ്റുള്ളൂ, ക്ലാസ് റൂമിൽ കിട്ടില്ല. ഇപ്പോൾ രാമേന്ദ്രൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ക്യാൻറ്റീനിൽ വരുമ്പോഴാണ് കൂടുതലായിട്ട് നമ്മളെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. എന്താ വെച്ചാൽ കോളേജിൻ്റെ അകത്തിരുന്ന് പഠിക്കാൻ നേരം ഉണ്ടായിരുന്നില്ല, മറ്റു കാര്യങ്ങളായിരുന്നു കൂടുതലായിട്ട്. ബട്ട് എങ്കിൽ പോലും അത്രയധികം ഒരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ക്വാളിറ്റി അദ്ദേഹത്തിൽ അന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് ഇത്രയും കാലമായിട്ടും നിലനിന്ന് പോകുന്നത്. മനസ്സിലായില്ല എന്താ പറയുന്നത്? ഉമാമഹേശ്വരൻ എന്ത് പറയുന്നു? ഗോപി, ഞങ്ങളൊക്കെ 2 പുസ്തകം കഷത്ത് വെച്ച് വരുമ്പോൾ രാമേന്ദ്രൻ വലിയ ഡബിൾ എൻട്രി ബുക്ക് ഇങ്ങനെ അടുക്കി പിടിച്ച് പെണ്ണുങ്ങൾ ഓരം ചേർന്നാണ്. ഞങ്ങളൊക്കെ സൈക്കിളിൽ ഡബിളും ട്രിപ്പിളും ഒക്കെ ആയിട്ട് വരുമ്പോ രാമേന്ദ്രൻ ഒരു ഓരം ചേർന്ന് വലിയ പുസ്തകങ്ങളൊക്കെ താങ്ങി വീട്ടിൽ നിന്ന് വരുന്ന ഓർമ്മയുണ്ട്. ഞങ്ങൾക്ക് പേടിയാണ് ഇതൊക്കെ പഠിക്കാണ്ട് ഞങ്ങൾ എങ്ങനെയാ കടന്നുകൂടുക. പക്ഷെ ഞങ്ങൾ എല്ലാവരും അതേ കൊല്ലം തന്നെ പാസ്സായി. രാമേന്ദ്രന് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു, ഞങ്ങൾ സാധാരണ ലെവലിൽ പാസ്സായി. ഞങ്ങൾ ആദ്യം തൊട്ട് തന്നെ രാമചന്ദ്രന് ബികോം സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ബാങ്കിങ് ആണ്. ML ടാനൻ എന്ന ഒരു പ്രത്യേക ഒരു ആത്തറിൻ്റെ ബുക്കും വെച്ചുകൊണ്ട് അദ്ദേഹം ഞങ്ങളുടെ പ്രിൻസിപ്പാൾ രാമവർമ്മ എന്ന അദ്ദേഹം ഈ ബാങ്കിങ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അത് എവിടെ നിന്ന് വരുന്നു എന്ന് ഞങ്ങൾ അത്ഭുതത്തോടെ രാമചന്ദ്രനെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു. കാരണം ആദ്യം തൊട്ട് തന്നെ ബാങ്കിങ്ങിൽ വളരെ താല്പര്യം കാണിച്ച് പഠിത്തത്തിലും വളരെ നല്ല സൗമ്യമായ പെരുമാറ്റം, ആരോടും അധികം മിണ്ടില്ല, അങ്ങനെയുള്ള സൗമ്യമായി. പിന്നെ അദ്ദേഹം ബികോം ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ പ്രൊബേഷൻ ഓഫീസറായി ജോയിൻ ചെയ്തു. ഞാൻ സ്റ്റേറ്റ് ബാങ്കിലും ജോയിൻ ചെയ്തു. അങ്ങനെ ബാങ്കിങ് ലെവലിൽ ഞങ്ങളുടെ ഒരു ബന്ധം തുറന്നുപോയി. അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ബാങ്കിൽ പോയി കാണും. അദ്ദേഹം ആലുവയിലെ ഒരു വീട്ടിൽ താമസിച്ചപ്പോൾ ഞാനും കുറച്ച് ദിവസം അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ചു. അതാണ് അതിനുശേഷം അദ്ദേഹത്തിനെ ഇപ്പോഴാണ് കാണുന്നത്. ദിവസം ഞങ്ങൾ കാണാറുണ്ട്, ടി വിയിൽ കാണും. അപ്പോൾ ഞങ്ങളുടെ കൂടെ സൗമ്യമായ ഒരു വ്യക്തി, അദ്ദേഹത്തിന് കലാപരമായ വാസനകളുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ അക്ഷരശ്ലോകത്തിൽ അദ്ദേഹം പ്രഗത്ഭനായിരുന്നു. രാമചന്ദ്രൻ, സോമൻ, ഗോപി ഞങ്ങളെല്ലാം 5ാം ക്ലാസ് ഫസ്റ്റ് ഫാം തൊട്ട് 6ാം ക്ലാസ് തൊട്ട് ബികോം വരെ ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാണ്. ഞങ്ങളുടെ ആ ബന്ധം കൊണ്ട്